സിനിമയിലെ മിന്നും താരമാണ് ആസിഫ് അലി. സിനിമയിൽ ബന്ധങ്ങളൊന്നുമില്ലാതെ കടന്നു വന്ന ആസിഫ് അലി ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് സ്വന്തം അധ്വാനവും കഴിവും കൊണ്ട് മാത്രമാണ്. ചെറിയ സിനിമകൾ ചെയ്ത് പതിയെ പതിയെയാണ് ആസിഫ് അലി സ്വന്തമായി ഒരു ഇടം കണ്ടെത്തുന്നത്. പോയ വർഷം തുടരെ തുടരെ ഹിറ്റുകളും മികച്ച പ്രകടനങ്ങളും സമ്മാനിച്ച് 2024 തന്റേതാക്കി മാറ്റുകയായിരുന്നു ആസിഫ് അലി. തുടർ പരാജയങ്ങളിൽ നിന്നുള്ള ആസിഫ് അലിയുടെ തിരിച്ചുവരവ് ഒരു മധുര പ്രതികാരം കൂടിയാണ്. മുൻ വർഷങ്ങളിൽ പരാജയങ്ങൾ നേരിട്ടപ്പോൾ പലരും ആസിഫ് അലിയെ എഴുതിത്തള്ളിയിരുന്നു. എന്നാൽ തന്നിലെ നടനെ തേച്ചുമിനുക്കി 2024 തന്റേതാക്കുകയായിരുന്നു താരം. കിഷ്കിന്ധകാണ്ഡം, അഡിയോസ് അമീഗോ, തലവൻ, ലെവൽ ക്രോസ് എന്നീ സിനിമകളിലൂടെയാണ് ആസിഫ് അലി പോയ വർഷം കയ്യടി നേടിയത്. തന്റെ പ്രതിഭ കൊണ്ട് പലപ്പോഴും ആസിഫ് അലി ഞെട്ടിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം തന്റെ ശീലത്തിന്റെ പേരിൽ ആസിഫ് അലി വിമർശനം നേരിടുകയും ചെയ്തിട്ടുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ശീലം ആസിഫ് അലിക്കില്ല എന്നൊരു ആരോപണം പൊതുവെ മലയാള സിനിമയിലുണ്ട്. ഇപ്പോഴിതാ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് താരം. ഒരു അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ. ഫോണിൽ കിട്ടാത്തയാളാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആസിഫ് അലി. അതെന്റെ മോശം സ്വഭാവമാണ്, മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് വളരെയധികം ആസ്വദിക്കുന്നയാളാണ്. നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചു. എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടില്ല. ഞാൻ ഇതിനിടയിൽ എഴുന്നേറ്റ് പോയിട്ടില്ല. ഒഴുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് സംസാരിക്കാൻ പറ്റി. ആ ഫ്രീഡം ഫോൺ ഉണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് താരം പറയുന്നത്. പക്ഷെ ഞാൻ ഫോൺ ഉപയോഗിക്കാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നു പോകണം. അതിന് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആസിഫ് അലി പറയുന്നു. എന്നാൽ ഫോണിൽ കിട്ടാത്തത് കൊണ്ട് വലിയ നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വിശേഷപ്പെട്ട ഇഷ്ടപ്പെട്ട പലരും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഒരുപാട് സിനിമകൾ നഷ്ടമായിട്ടുണ്ട്. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും എന്ന വിശ്വാസമുള്ളത് കൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം കിഷ്കിന്ധകാണ്ഡം നൽകിയ വലിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ് ആസിഫ് അലി. ആ വിജയം ഈ വർഷവും ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് താരം. രേഖാചിത്രമാണ് ആസിഫ് അലിയുടെ പുതിയ സിനിമ. അനശ്വര രാജനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഹിസ്റ്ററി കഥ പറച്ചിൽ പരീക്ഷിക്കുന്ന സിനിമയാണ്. പിന്നാലെ ടിക്കി ടാക്ക അടക്കമുള്ള വലിയ സിനിമകൾ ആസിഫ് അലിയുടേതായി അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.